കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഡിസംബർ 8-ന് വരാനിരിക്കുകയാണ്. അതായത് തിങ്കളാഴ്ച. വിചാരണക്കാലത്ത് നിരവധി നാടകീയ സംഭവങ്ങൾ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് നമ്മൾ കണ്ടതുമാണ്. കേസിൽ 28 സാക്ഷികളാണ് വിചാരണയ്ക്കിടെ മൊഴി മാറ്റിയത്. കേസിൽ നടൻ ദിലീപ് 85 ദിവസം ജയിലിൽ കടന്നതോടെ ചലച്ചിത്ര മേഖലയെ പിടിച്ചുലച്ചു. നിരവധി പ്രതിസന്ധികളെ മറികടന്നാണ് ഡിസംബർ 8-ന് കോടതി വിധി പറയുന്നത്. ഇത്രയേറെ സാക്ഷികളുടെ കൂറുമാറ്റത്തിനിടയിലും നടിയെ തട്ടിക്കൊണ്ടുപോകലിലും ലൈംഗിക അതിക്രമ കേസിലും ഇതിന് പിന്നിൽ ദിലീപാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ചലച്ചിത്ര താരങ്ങൾ മുതൽ ദിലീപിന്റെയും കാവ്യയുടെയും ബന്ധുക്കളും ആശുപത്രിയിലെ ഡോക്ടർമാർ വരെ വിചാരണയ്ക്കിടെ കൂറുമാറി. ചലച്ചിത്ര താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവർ വിചാരണയ്ക്കിടെ കൂറുമാറി. ഇവരുടെ ആദ്യ മൊഴികൾ ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ സഹായിച്ചവരായിരുന്നു. അടുത്ത സുഹൃത്തുക്കളും ദീർഘകാലം സഹപ്രവർത്തകരുമായിരുന്നവരും വിചാരണയ്ക്കിടെ കൂറുമാറിയത് അതിജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം ഈ സാക്ഷികളുടെ കൂറുമാറ്റം, അത് ഏത് തലത്തിലായിരുന്നു, ആരൊക്കെയാണ് കൂറുമാറിയതെന്ന ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സാക്ഷികളുടെ കൂറുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അസാധാരണ രീതിയിലാണ് സാക്ഷികൾ കൂറുമാറിയത്. കേസിൽ സിനിമാ താരങ്ങൾ, ഡോക്ടർമാർ, ഒപ്പം തന്നെ ദിലീപിന്റെയും കാവ്യയുടെയും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൂറുമാറിയത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ പോന്നതായിരുന്നു ആദ്യ മൊഴികൾ. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ മൊഴികൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് മൊഴി മാറ്റിയ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. പ്രേക്ഷകർ കാണുന്നത് പോലെ ഭാമയും സിദ്ദിഖും ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി മാറ്റി. ഇവർ പോലീസിനോട് നൽകിയ മൊഴി എന്താണ് എന്ന് നമുക്ക് നോക്കാം. പോലീസിനോട് അവർ പറഞ്ഞത് കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചതിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യമുണ്ടായി എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. പിന്നീട് ഇവർ പോലീസിന് നൽകിയത് ഇങ്ങനെയാണ്: അതിജീവിതയെ ദിലീപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി തീ കൊളുത്തിക്കളയുമെന്ന് ഭീഷണി എന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത്. മറ്റൊന്ന്, ഇവർ പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ നിന്നും വിചാരണ വേളയിൽ ഇവർ കോടതിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല എന്നാണ് ഇവർ വിചാരണ വേളയിൽ കോടതിയിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്. അടുത്തതായി ബിന്ദു പണിക്കർ. നോക്കൂ, ബിന്ദു പണിക്കർ പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു: അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് അറിയാമായിരുന്നു. രണ്ടാമതവർ പറഞ്ഞത് അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നുമാണ് ഇക്കാര്യം അറിഞ്ഞത് എന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇനിയും വിചാരണ വേളയിൽ അവർ പറഞ്ഞത് നോക്കൂ, ഇങ്ങനെയാണ്: ഒന്നും അറിയില്ല എന്നാണ് ബിന്ദു പണിക്കർ അന്ന് കോടതിയിൽ മൊഴി നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. അടുത്ത കാര്യം, ഇടവേള ബാബു. നമുക്കറിയാം, അമ്മയുടെ തലപ്പത്തുണ്ടായിരുന്ന, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇടവേള ബാബു. ഇടവേള ബാബു പോലീസിനോട് നൽകിയ മൊഴി ഇങ്ങനെയാണ്: ദിലീപ് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ഉപദ്രവിക്കുന്നു എന്ന് കാട്ടി അതിജീവിത പരാതിപ്പെട്ടു എന്നാണ് ഇടവേള ബാബു നൽകിയ മൊഴി. പിന്നീട് ഇടവേള ബാബു പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ വിഷയത്തിൽ ദിലീപുമായി സംസാരിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞു, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ദിലീപ് ആവശ്യപ്പെട്ടു എന്നാണ് ഇടവേള ബാബു പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് ഇടവേള ബാബു വിചാരണ കോടതിയിൽ പറഞ്ഞ കാര്യം ഇതാണ്: നടിയുടെ പരാതിയെപ്പറ്റി അറിയില്ല. ഇങ്ങനെയാണ് ഇടവേള ബാബു വിചാരണ വേളയിൽ കോടതിയിൽ പറഞ്ഞത്. പോലീസിന് അങ്ങനൊരു മൊഴി നൽകിയിട്ടില്ല എന്ന വിചാരണ വേളയിൽ ഇടവേള ബാബു പറഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. കൂറുമാറിയ മറ്റ് പ്രധാനികൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന്, ഡോക്ടർ ഹൈദർ അലി, പിന്നീട് സഹോദരൻ സലീം എന്നിവരാണ് കൂറുമാറിയ മറ്റൊരു പ്രമുഖർ. ഈ ഡോക്ടർ ഹൈദർ അലി ആരാണ് എന്നാണ് നമുക്ക് പരിശോധിക്കാൻ പോകുന്നത്. അതായത് ആലുവയിലുള്ള അൻവർ മെമ്മോറിയൽ ആശുപത്രിയിലുള്ളതാണ് ഡോക്ടർ. സംഭവ ദിവസം ദിലീപ് ആശുപത്രിയിലായിരുന്നുവെന്ന തരത്തിൽ രേഖകൾ തയ്യാറാക്കി നൽകി. രേഖകൾ വ്യാജമാണെന്ന് അവിടുത്തെ നേഴ്സിന്റെ മൊഴി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഡോക്ടർ ഹൈദർ അലിയും സലീമും ഇത് നിഷേധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമത് പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ സാഗർ വിൻസെന്റ് കാവ്യയുടെ വസ്ത്രശാലയായ ലക്ഷ്യയിലെ ജീവനക്കാരനാണ്. ഫെബ്രുവരി 22-ന് പൾസർ സുനിയെ ലക്ഷ്യയിലെത്തി ഒരു പൊതി കൈമാറിയെന്ന ആദ്യ മൊഴി.
വിചാരണയ്ക്കിടെ ഈ മൊഴി സാഗർ നിഷേധിച്ചു. മൊഴി മാറ്റാൻ ദിലീപ് 5 ലക്ഷം രൂപ നൽകിയെന്ന് ബാലചന്ദ്രകുമാർ സാഗറുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയതും നമ്മൾ കണ്ടതാണ്. അടുത്തത് മിഥുനും റിയയും. അതായത് മിഥുനും റിയയും കാവ്യയുടെ സഹോദരനും ഒപ്പം തന്നെ സഹോദരന്റെ ഭാര്യയുമാണ് ഈ റിയ എന്നുള്ളത്. ഇവർ ലക്ഷ്യയുടെ സഹ ഉടമകളാണ്. സുനി സ്ഥാപനത്തിൽ വന്നത് ഇവർ സ്ഥിരീകരിച്ചു. പിന്നീട് ഇവർ മൊഴി മാറ്റി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അടുത്തതാണ് 4-മതായിട്ട് ഷെയർലി അഞ്ജിത്ത്, ആലപ്പുഴ അർക്കാഡിയ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. സൗണ്ട് തോമ സിനിമ ചിത്രീകരണത്തിന് ദിലീപ് താമസിച്ചിരുന്നത് അർക്കാഡിയ ഹോട്ടലിലാണ്. ഈ ദിവസം സുനിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് ഷെർലിയുടെ ആദ്യ മൊഴി. വിചാരണയ്ക്കിടെ ഇക്കാര്യം തനിക്കറിയില്ല എന്ന് ഷെർലി മൊഴി മാറ്റുന്നു. 5-മതായിട്ടുള്ളത് ഷൈനാണ്. അതായത് പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുള്ള ഷൈൻ പറഞ്ഞ മൊഴി ഇങ്ങനെയാണ്. അതായത് ദിലീപിനെയും പൾസർ സുനിയും ഒരുമിച്ച് കണ്ടെന്ന മൊഴി നൽകുന്നു. പിന്നീട് വിചാരണ വേളയിൽ ഷൈൻ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. 6-മതായി രഞ്ജിത്ത്, നിർമ്മാതാവ് രഞ്ജിത്താണ്. അതായത് 2013 മഴവിൽ അഴകിൽ അമ്മ പരിപാടിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. പരിപാടിയുടെ റിഹേഴ്സൽ നടന്ന അബാദ് പ്ലാസ ഹോട്ടലിൽ ദിലീപും സുനിയും ഗൂഢാലോചന നടത്തിയത് ഇവിടെയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ദിലീപ് ഇവിടെ താമസിച്ചിരുന്നത് സംബന്ധിച്ച രഞ്ജിത്ത് പിന്നീട് അത് നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇനിയും മൊഴി മാറ്റിയ മറ്റുള്ളവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ സുനീർ കാവ്യ മാധവന്റെ ഡ്രൈവറാണ്. സൂരജ് ദിലീപിന്റെ അളിയനാണ്. മറ്റൊന്ന് കാവ്യ മാധവൻ ദിലീപിന്റെ ഭാര്യ, ബൈജു നടൻ, ഒപ്പം തന്നെ ശ്യാമള കാവ്യ മാധവന്റെ അമ്മ, മാധവൻ കാവ്യ മാധവന്റെ അച്ഛൻ, നാദർഷ സംവിധായകൻ, ഒപ്പം തന്നെ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപ് ദിലീപിന്റെ സഹോദരൻ, ദാസൻ ദിലീപിന്റെ വീട്ടിലെ സെക്യൂരിറ്റി, ഉല്ലാസ് ബാബു തൃശൂരിലെ പ്രമുഖ BJP നേതാവ്. അങ്ങനെ ഇത്രയും പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റിയത്. ഈ മൊഴി മാറ്റം വലിയ തലത്തിലുള്ള പ്രതിസന്ധിയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് വിചാരണ വേളയ്ക്ക് മുൻപ് പോലീസിന് നൽകിയ മൊഴിയും വിചാരണ വേളയിൽ ഇവർ നൽകിയ മൊഴിയും 2 തരത്തിലാണ്. അവർ മൊഴി മാറ്റി പറഞ്ഞത് കൂറുമാറിയത് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത് മാത്രമല്ല, ബാലചന്ദ്രന്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ എന്താണെന്നറിയാം. കഴിഞ്ഞ കുറേ ദിവസമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ബൈറ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു, പ്രേക്ഷകർ കണ്ടതുമാണ്. നിർണായകമായ വെളിപ്പെടുത്തലുകൾ ബാലചന്ദ്രകുമാർ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് 2017 സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കോളിളക്കം അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരുന്നു. ബാലചന്ദ്രകുമാറിന്റെ വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഈ നടി ആക്രമിച്ച കേസിൽ വലിയ തരത്തിൽ കോളിളക്കങ്ങൾ ഉണ്ടാകുകയും കേസ് മറ്റൊരു തരത്തിൽ എത്തുകയും വഴിത്തിരിവുണ്ടായതും അതുതന്നെയാണ്. പൾസർ സുനിയും ദിലീപുമായിട്ട് അടുപ്പമുണ്ട്, അത്തരത്തിലുള്ള ബന്ധങ്ങളടക്കം തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ, ഒപ്പം തന്നെ ശബ്ദരേഖ, അന്വേഷണ സംഘത്തിന് നേരെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ അന്ന് ഈ സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് നടൻ ദിലീപിനെ പറ്റി ബാലചന്ദ്രകുമാർ പറയുന്നത് കേൾക്കുക. പൾസർ സുനിയെ കുറിച്ച് പറയുന്നതാണ്, ഈ കടവരാന്തയിലും വീടിൻ്റെ ടെറസിന് മുകളിലും പാറമടയിലും ഒക്കെ കിടന്നവനെ ഈ കാശ് വേണമെങ്കിൽ എവിടെയെങ്കിലും വന്നൊന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കൂടെ? അയാൾ പറയുന്നൊരു വളരെ ലാഘവത്തോടെയാണ്. ഈ 1.5 കോടി രൂപക്കാരൻ ഇപ്പോൾ എന്തായി, ഇപ്പോൾ ആരിരിക്കുന്നത്? അതായത് ഈ കാശ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഈ കത്തെഴുതി അങ്ങോട്ട് കളഞ്ഞു. കത്തെഴുതി വിടുന്നു, നാദർഷയെ കോൺടാക്ട് ചെയ്യുന്നു. ഇവർ കാശ് കൊടുക്കാൻ റെഡിയായിരുന്നു. ദിലീപേട്ട അതിൽ പറയുന്നുണ്ട്. ദിലീപേട്ട അതിൽ അഹങ്കാരത്തോടെ പറയുന്ന ഒരു സംഭവമുണ്ട്. ദിലീപ് ഒരു ക്രൈം ചെയ്താൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വോയിസ് ക്ലിപ്പിൽ ഇവർ തമ്മിൽ പിണങ്ങുന്നുണ്ട്. പിണങ്ങി കഴിയുമ്പം ഒരു വോയിസ് ക്ലിപ്പിൽ അനൂപ് 2 പ്രാവശ്യം 2 സ്ഥലത്ത് പറയുന്നുണ്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട്. അതായത് അതുകൊണ്ടൊക്കെയാണല്ലോ ഈ കിടന്ന് അനുഭവിക്കുന്നതെന്ന അർത്ഥത്തിൽ. ദിലീപ് ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം മറ്റു കൂടെ ഇരുന്ന ഒരാൾ പറയുന്നുണ്ട്, ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 10-85 ദിവസം ജയിലിൽ കിടന്നില്ലേ, തീർന്നില്ലേ എന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. നിങ്ങളത് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ആ വെളിപ്പെടുത്തൽ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേസിൽ വലിയ തരത്തിൽ കച്ചിത്തുരുമ്പുണ്ടാകുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ അദ്ദേഹം സഹകരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ കൂറുമാറിയ സംഭവങ്ങൾ, ആരൊക്കെയാണ് കൂറുമാറിയത് എന്ന് നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ട്.
ചലച്ചിത്ര മേഖലയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം പിന്നീട് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ലിഡിയ ജേക്കബും കൂടെ എനിക്കൊപ്പം ചേരുകയാണ്. ലിഡിയ ജേക്കബ്, 2017 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിച്ച ഒരു പ്രമാദമായ കേസ്. ആ പ്രമാദമായ കേസിൽ അതിജീവിതയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിൽ സിനിമാ മേഖലയിലെ ഒന്നടങ്കം ആളുകൾ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ സിനിമാ സംഘടനയായ അമ്മയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സ്വരച്ചേർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മയിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്താണ്? മാത്രമല്ല, മീറ്റു അടക്കമുള്ള ആരോപണങ്ങൾ പലർക്കുമെതിരെ ഉയർന്നു വന്നത് നമ്മൾ കേട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ലിഡിയ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുക? അജി, വലിയ കോളിളക്കങ്ങൾ തന്നെയാണ് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ നടന്നത്. അത് ആദ്യഘട്ടം മുതൽ, പ്രത്യേകിച്ച് ദിലീപ് അറസ്റ്റിലാകുമ്പോൾ മുതൽ സിനിമാ മേഖലയിൽ 2 വിഭാഗങ്ങളായി സിനിമാ മേഖല തിരിയുന്നത് കണ്ടു. ഒരു വിഭാഗം നടിക്കൊപ്പം ശക്തമായി നിലകൊണ്ടപ്പോൾ, പ്രത്യേകിച്ച് ലാലിനെ പോലെ, അതുപോലെ തന്നെ രമ്യ നമ്പീശിനെ പോലെ, ഗീതു മോഹൻദാസിനെ പോലെ, റിമ കല്ലികലിനെ പോലെയുള്ള ആളുകൾ ശക്തമായി നടിക്കൊപ്പം നിലകൊണ്ടപ്പോൾ, മറ്റൊരു വിഭാഗം ദിലീപിനൊപ്പം, അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല, കോടതി തെളിയിക്കുന്നത് വരെ ദിലീപിനെ സംഘടനയിൽ തുടരാമെന്നുള്ള തരത്തിലുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തു. ആ നിലപാട് വലിയ വിവാദങ്ങൾക്ക്, വിമർശനങ്ങൾക്ക്, സംഘടനയിൽ തന്നെയുള്ള വലിയ പോരിന് ചേരിതിരിഞ്ഞുള്ള വലിയ സംഘർഷങ്ങൾക്കൊക്കെ കാരണമായിരുന്നു. അത് വലിയ വിധിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയത് കൂടിയാണ്. ജൂലൈയിൽ, അതായത് 2017 ജൂലൈയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ ദിലീപിൻ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ ദിലീപ് പ്രതിപട്ടികയിൽ വരുമ്പോൾ വന്നതിന് ശേഷം ഇത്തരത്തിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് 1 വർഷത്തിന് ശേഷം മോഹൻലാൽ പ്രസിഡന്റായ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരു തീരുമാനമുണ്ടാകുന്നു. അത് വലിയ വിമർശനങ്ങൾ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് അത് വഴിവെക്കുന്നു. പ്രത്യേകിച്ച് മറ്റുള്ള ഇടങ്ങളിൽ, രാഷ്ട്രീയ മേഖലയിൽ, സാമൂഹ്യ മേഖലകളിലൊക്കെ വലിയ ചർച്ച, ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കുന്നു. അതായത് പ്രത്യേകിച്ച് ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ മോഹൻലാൽ പറഞ്ഞ പരാമർശങ്ങളടക്കം വലിയ വിവാദമായതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മ ദിലീപിന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് ആരോപിച്ച നടിമാർ, അവർ ശക്തമായി അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ട നടിമാരാണ്. അവരെ നടിമാരെന്ന് വിശേഷിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഈ ആളുകളുടെ ഭാഗത്തു നിന്നും മറ്റുള്ള അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ദിലീപ് തന്നെ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് അറിയിക്കുന്നു. പക്ഷേ അതിനോടകം തന്നെ ഇത്തരത്തിൽ 2 ചേരിയായി, ഒരു വിഭാഗം അതിജീവിതയ്ക്കൊപ്പവും ഒരു വിഭാഗം ദിലീപിനൊപ്പവും നിലകൊള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾ, ഇടവേള ബാബുവിനെ പോലെയുള്ള ആളുകൾ കൂറുമാറുകയും, ഒപ്പം ഈ ദിലീപിന് അനുകൂലമായ ഒരു നിലപാട്, പരസ്യമല്ലെങ്കിൽ പോലും ദിലീപിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്ന സാഹചര്യം, മോഹൻലാൽ അടക്കമുള്ള ആളുകൾ മൗനമായിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്ന ഒരു കാര്യമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് സംഘടന കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ആളുകൾ, അഭിനേതാക്കൾ സംഘടനയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പ്രത്യേകിച്ച് ഗീതു മോഹൻദാസ്, റിമ കല്ലിങ്കൽ, പാർവതി, രേവതി തുടങ്ങിയ, രമ്യ നമ്പീശൻ തുടങ്ങിയ ആളുകൾ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു സംഘടന WCC എന്ന സംഘടന ഉണ്ടാക്കുന്നു. ഈ സംഘടനയിലെ തന്നെ, അമ്മ സംഘടനയിൽ തന്നെ ആൺ മേൽക്കൊയ്മയും ഒപ്പം അത് ഈ ചൂഷണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ, ജനാധിപത്യമില്ലായ്മ, സംഘടനയിലെ ജനാധിപത്യമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുന്നു. ഈ ഇത്തരത്തിൽ ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് പിന്നീട് കൊണ്ടുചെന്ന് എത്തുന്നത് വലിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള വലിയ മൂവ്മെന്റുകളിലേക്കാണ്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് മീറ്റു പോലെയുള്ള മൂവ്മെന്റുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇതുകൂടി, അതായത് നടിയെ ആക്രമിച്ച കേസ് കൂടി, അതിനെ തുടർന്നുണ്ടായ അതിജീവിതയ്ക്കൊപ്പം നിന്ന ആളുകൾക്ക് പുറത്തു പറയാനൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കിയതൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം മറ്റുള്ള ആളുകൾക്ക്, അഭിനേതാക്കൾക്ക്, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള വലിയ
ആത്മവിശ്വാസവും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നു. മീറ്റുവുമായി ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ അതിനോടകം കാണുക, ഇതുമായി ബന്ധപ്പെട്ട് കാണുകയാണ്. മാത്രമല്ല ഒരു സിനിമാ നയ രൂപീകരണത്തിലേക്കൊക്കെ സർക്കാർ നീങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സജീവമാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. അത്തരത്തിൽ സിനിമാ മേഖലയിൽ വലിയ കോളിളക്കങ്ങൾ, വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് നടിയെ ആക്രമിച്ച കേസ് എന്ന് വേണം പറയാൻ. ഈ നടിക്കൊപ്പം ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ടു. ദിലീപിനൊപ്പം ചേരിതിരിഞ്ഞ ആളുകൾ നിൽക്കുന്നതായിട്ടൊക്കെ കണ്ട കാഴ്ചയാണ്. പ്രത്യേകിച്ച് യുവനടന്മാർ പലരും മൗനം പാലിച്ചു. എന്നാൽ പല യുവനടന്മാരും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ടു. ലാലിനെ പോലുള്ള ആളുകൾ, സംവിധായകൻ ലാലിനെ പോലെയുള്ള ആളുകൾ വളരെ ശക്തമായി അതിജീവിതയ്ക്കൊപ്പം നിന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ, ഒരു പറ്റം സ്ത്രീകൾ അതിജീവിതയ്ക്കോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനയിൽ നിന്നും ഇറങ്ങിപ്പോയി മറ്റൊരു സംഘടന രൂപീകരിക്കുന്നു. ഇത് ശരിക്കും വഴിവെച്ചത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു സിനിമാ മേഖലയിലും സംഭവിക്കാത്ത തരത്തിൽ അത്രയധികം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും അതിലേക്കൊക്കെ പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു സിനിമാ ഇൻഡസ്ട്രിയിലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അതിൽ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ ചർച്ചയാകുന്നു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചർച്ചയാകുന്നു, മീറ്റു ചർച്ചയാകുന്നു, ഈ തൊഴിലിടങ്ങളിൽ തൊഴിലിൽ ലഭിക്കുന്ന വേതനത്തിന്റെ അന്തരങ്ങൾ ചർച്ചയാകുന്നു, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന മോശം അനുഭവങ്ങൾ അതൊക്കെ ചർച്ചയാകുന്നു. ഒരുപാട് സ്ത്രീകൾ ഇതിൽ മൊഴി നൽകാൻ മുന്നോട്ട് വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്കെതിരെ, ബാബുരാജ് അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ ആരോപണങ്ങളൊക്കെ വരുന്നു, കേസുകളടക്കം വരുന്നു. തുടർന്ന് അമ്മ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത്, അതിന്റെയൊക്കെ ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത്, ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ച കേസ് തന്നെയാണ്. മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം, മറ്റൊരു ഇൻഡസ്ട്രിയിലും കണ്ടിട്ടില്ലാത്ത വിധം വലിയ മാറ്റങ്ങളും പൊട്ടിത്തെറികളുമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ, പ്രത്യേകിച്ച് അമ്മ എന്ന സംഘടനയിൽ സംഭവിച്ചത് എന്ന് വേണം പറയാൻ. അത് തന്നെയാണ് ഈ കഴിഞ്ഞ 8 വർഷങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംഘടന പിരിച്ചുവിടുന്നതും അത് പിന്നീട് ഒരു സംഘടന ഒരു ഫുള്ളായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നതും നമ്മൾ കണ്ടു. അത്തരത്തിൽ 8 വർഷത്തോളം നീണ്ട പോരാട്ടങ്ങളാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം. 8 വർഷം നീണ്ട പോരാട്ടമാണ്. അതിൽ നിരവധി നിർണായകമായ വഴിത്തിരിവുകൾ, നിരവധി നിർണായക സംഭവങ്ങൾ കണ്ടു. സിനിമാ മേഖലയിൽ വലിയ പോരാട്ടങ്ങൾ കണ്ടു, പൊട്ടിത്തെറികൾ കണ്ടു, വലിയ വഴിത്തിരിവുകളും ഒക്കെ കണ്ടു, വലിയ ചർച്ചകളൊക്കെ സിനിമാ മേഖലയുടെ, പ്രത്യേകിച്ച് സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കിയ ഒരു സംഭവം തന്നെയാണ്. അടുത്ത ദിവസം ഇതിന്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 വർഷത്തെ നിയമ പോരാട്ടം, ആ 8 വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഇടയിൽ ഒന്നോർക്കൂ, കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഈ 8-ാം തീയതി തിങ്കളാഴ്ച വരാൻ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് വിചാരണക്കാലത്ത് നിരവധി നാടകീയ സംഭവങ്ങൾ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ 28 സാക്ഷികൾ വിചാരണയ്ക്കിടെ മൊഴി മാറ്റിയത് അത് വലിയ തരത്തിൽ ചർച്ചയായി. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവ വികാസങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപനം നടത്തി, കൂടെ ഉണ്ടായിട്ട് കോടതി മുറിയിൽ, അതായത് പോലീസിനോട് മൊഴി പറയുകയും പിന്നീട് വിചാരണ വേളയിൽ ആ മൊഴി മാറ്റി പറയുകയും ചെയ്തത് വലിയ പ്രതിസന്ധിയിലൂടെ ആയിരുന്നല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പ്രമുഖ താരങ്ങൾ നോക്കൂ, അമ്മയുടെ ജനറൽ സെക്രട്ടറി തന്നെ, അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു അടക്കം ഈ വിഷയത്തിൽ കൂറുമാറിയിരുന്നു. മാത്രമല്ല ചലച്ചിത്ര താരങ്ങളായ ഭാമ, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവർ വിചാരണയ്ക്കിടെ കൂറുമാറിയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പൊട്ടിത്തെറി അന്ന് അമ്മയിലടക്കം ഉണ്ടായിട്ടില്ലായിരുന്നോ ലിഡിയ? തീർച്ചയായും അജി, ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ കൂറുമാറിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൽ കൂറുമാറിയവരിൽ പ്രധാനികളാണ് ബാമയെ പോലെയുള്ള ആളുകൾ, സിദ്ദിഖ്, പൊന്നമ്മ ബാബു അടക്കമുള്ള ആളുകൾ, ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ കൂറുമാറിയത് വലിയ വിമർശനങ്ങൾക്ക്, വലിയ പൊട്ടിത്തെറികൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ബാമ കൂറുമാറിയതുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിത തന്നെ മറ്റുള്ള ആളുകളോട് പറഞ്ഞത്, വളരെ വിഷമത്തോടെ പറഞ്ഞതായിട്ടുള്ള
ഒരു കാര്യമൊക്കെ ഉണ്ട്. അതായത് ഒരിക്കലും ഭാമ കൂറുമാറുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതിജീവിത നടത്തിയിരുന്നു. ഇത് ഈ സംഘടനയിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക്, വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. കാരണം ഈ ഒരു വിഭാഗം ആളുകൾ ദിലീപിനൊപ്പം നിൽക്കുമ്പോൾ അതിൽ പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ദിലീപിനൊപ്പം നിൽക്കുമ്പോൾ പക്ഷേ ഒരു ഭാഗം ആളുകൾ അതിജീവിതയ്ക്കൊപ്പം ശക്തമായി നിൽക്കുന്ന കാഴ്ചകൾ കണ്ടു. ലാലിനെ പോലെയുള്ള ആളുകൾ, രമ്യ നമ്പീശിനെ പോലുള്ള ആളുകൾ ശക്തമായി അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതും കണ്ടു. പക്ഷേ ഇത്തരത്തിൽ കൂറുമാറിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഈ പൊട്ടിത്തെറികൾ ഉണ്ടായി. ഈ അഭിനേതാക്കൾ സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകുന്നത്, മറ്റൊരു സംഘടനയിലേക്ക് വരുന്നത്, എവിടെയും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, മറ്റൊരു ഇൻഡസ്ട്രിയിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് ഇത്തരത്തിൽ സംഘടനയിൽ നിന്നും ആളുകൾ ലിഡിയ, ഏതായാലും ഞാൻ സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഏതായാലും തിങ്കളാഴ്ച 8-ാം തീയതി കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്നുള്ളത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അതിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ? കുറ്റക്കാരനായ കേസിലെ 8-ാം പ്രതി ദിലീപിന് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നുള്ളത് കേരളം കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരുന്ന് കാണാം.